അമേരിക്കയുടെ ഏകപക്ഷീയമായിരിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധസമാന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് എന്ന് വിലയിരുത്തുന്നു. അന്താരാഷ്ട്ര മേഖലയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിപുലമായ രീതിയിലുള്ള ചർച്ചകളൊക്കെ വരുന്നു. മീഡിയക്കാർ ഈ കാര്യങ്ങൾ കവറേജ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടായി, ഏതാണ് അതിന്റെ നിലപാടുകൾ, അങ്ങനെ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളും കാരണങ്ങളും എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ അവർ പറയുന്നത്. ഇറാഖിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നാണ് ആരംഭം കുറിക്കുന്നത്. ഇറാഖിൽ യുദ്ധം പരാജയപ്പെട്ടു, സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി ആ രാജ്യം അട്ടിമറിച്ചു, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സംവിധാനം അധികാരത്തിൽ വന്നു. എന്താണ് അവർ പറഞ്ഞ ആരോപണം? ഇറാഖ് കുവൈറ്റിനെ പിടിച്ചടക്കി തെറ്റായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ആ രാജ്യത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ ജോലി ചെയ്യുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഒരു രാജ്യമായിരുന്നു കുവൈറ്റ്. അവരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. മാനസികമായും സാമ്പത്തികപരമായ രീതിയിൽ വലിയ തകർച്ചയുണ്ടായി. അതുകൊണ്ട് എന്ത് ചെയ്യും? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാഖിന്റെ കൈവശത്തിലുള്ള പെട്രോളിയം വിൽപ്പന നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ട് ഈ നഷ്ടപരിഹാരം നികത്തും എന്ന് അമേരിക്ക പറഞ്ഞു. ഏറെക്കുറെ അവരെ നികത്തുകയും ചെയ്തു. അത് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതോ എത്രത്തോളം കൊടുത്തിട്ടുണ്ട്, എത്രത്തോളം അവരങ്ങനെ അടിച്ചു പോയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊന്നും ആരും ചോദിക്കാറില്ല. ചോദിച്ചാൽ ഉത്തരം കിട്ടാറേ ഇല്ല. ഏതായിരുന്നാലും ഇറാഖ് ചെയ്ത തെറ്റിന് ഇറാഖിന് ശിക്ഷ നൽകുന്ന ഒരു പ്രവൃത്തി ചെയ്ത് ആ വിഷയത്തിന് അമേരിക്ക പ്രായശ്ചിത്തം ചെയ്തു, അല്ലെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കി എന്ന് പറയുന്നിടത്ത് രണ്ടാം ഘട്ടം വരുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വിഷയം, അല്ലെ പാലസ്തീൻ തമ്മിലുള്ള വിഷയം. 32,000-ലധികം ആളുകളെ കൊലപ്പെടുത്തിയിട്ട് എന്തുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് നഷ്ടപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇസ്രായേലിനെ അമേരിക്ക സമീപിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അതിന് തൊട്ട് മുൻപ് നടന്ന, അതായത് 2 വർഷം മുമ്പ് നടന്ന ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയാണ് തെറ്റ് ചെയ്ത് റഷ്യ ഉക്രൈനെ പിടിച്ചടക്കിയതാണ്. അങ്ങനെ സദ്ദാം ഹുസൈനുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് റഷ്യയുടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കണ്ടേ, റഷ്യക്കെതിരെ പരസ്യമായിരിക്കുന്ന യുദ്ധം പ്രഖ്യാപിക്കണ്ടേ, അങ്ങനെ അവരെ കീഴ്പ്പെടുത്താനുള്ള ഒരു സമീപന കാര്യങ്ങൾ ആര് കൊണ്ടുവരണം? അമേരിക്ക കൊണ്ടുവരണം. അതവർ ചെയ്യുന്നില്ല. അപ്പൊ ചില കാര്യത്തിൽ അവർക്ക് ഇഷ്ടപ്രകാരമുള്ള അവരുടെ രീതിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു, ചില കാര്യത്തിൽ അവർ ആ ഭാഗത്തുനിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വൺ സൈഡ് നിന്നുകൊണ്ട് ഒരു നീതി നടപ്പിലാക്കുന്ന ഒരു പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്യുന്നത് എന്നിടത്താണ് യഥാർത്ഥത്തിൽ അവസാനിക്കാത്ത യുദ്ധത്തിന്റെ പരമ്പര ലോകത്താകമാനം ഉണ്ടാകുന്നത് എന്നുള്ളതും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ പറയുന്നതാണ്. അപ്പൊ ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, 2ാം ലോക യുദ്ധത്തോടു കൂടി ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമായിട്ട് അമേരിക്ക മാറി. ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യം ഒരു ഭാഗത്ത് അതിനു മുൻപ് വരെ 1945 കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ജപ്പാനായിരുന്നു ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യം. അവിടെ ആണവായുധം നടത്തി ഹിരോഷിമയിലും നാഗസാക്കിയിലും ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്ന് ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം ജപ്പാൻ കീഴടങ്ങുന്നതായും തോൽവിയും സമ്മതിച്ചതോടുകൂടി അമേരിക്കക്ക് ഏകാധിപത്യ സംവിധാനം ഉണ്ടായി. പിന്നീടുള്ള അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിനും അവർക്കും ഏത് തരത്തിലുള്ള ഗുണങ്ങളാണോ ഉണ്ടാവുക, ആ ഗുണത്തോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ ഏതാണോ അതിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളാണ് പിന്നെ ഉണ്ടാക്കിയത്. അമേരിക്കയുമായി നേർക്കുനേരെ ഏറ്റുമുട്ടലും പോർവിളിക്കാനും ഒരു രാജ്യം തയ്യാറാകാത്ത വല്ലാത്തൊരു പരിസ്ഥിതി ഉണ്ടായി. പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനൊക്കെ ആ കാലത്ത് തന്നെ ആഭ്യന്തരപരമായിരിക്കുന്ന കുറേ വിഷയങ്ങളുണ്ടായി. അല്ലെങ്കിൽ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാൻ വലിയ വലിയ ശ്രമങ്ങൾ അമേരിക്ക നടത്തി. അതിലൊക്കെ പരമാവധി വിജയിച്ചു. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ തകർന്നത്. റഷ്യയായിട്ട് മാറിയ കാലമൊക്കെ നമുക്കറിയാവുന്നതാണ്. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ പരമാവധി ഇടപെടൽ നടത്തി അവരുടെ ഒരു ഏകാധിപത്യമുള്ള ഒരു രാജ്യമായിട്ട് കുറഞ്ഞ രാജ്യങ്ങൾ അവരെന്ത് രൂപപ്പെടുത്തിയെടുത്തു. അതിൽ അമേരിക്ക ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഇറ്റലി ഉണ്ട്, ജർമ്മനി ഉണ്ട്. കുറഞ്ഞ രാജ്യങ്ങൾ. അതിൽ കുറച്ചെങ്കിലും വിട്ടുന്ന രാജ്യങ്ങളാണ് സോവിയറ്റ് യൂണിയൻ, അന്നത്തെ സോവിയറ്റ് യൂണിയൻ, ഇപ്പോഴത്തെ റഷ്യ, അതുപോലെ തന്നെ ചൈന, കൊറിയ പോലെ രാജ്യങ്ങൾ. ഈ 3 രാജ്യങ്ങൾക്കും എല്ലാ കാലത്തും ഭീഷണി പറഞ്ഞുകൊണ്ടും ഭയപ്പാടുണ്ടാക്കിക്കൊണ്ടുമുള്ള പ്രവർത്തനമാണ് അമേരിക്ക നടത്തുന്നത്. ഇവിടെ കഴിഞ്ഞ കുറഞ്ഞ കാലങ്ങൾ സെപ്റ്റംബർ 11 അമേരിക്ക നടത്തിയ സ്ഫോടനം, ഭീകര സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ തുടർച്ച അമേരിക്ക ചെയ്തിരിക്കുന്ന നിലപാടുകളെ കുറിച്ച് കൃത്യമായ രീതിയിൽ പറയുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 10 തെമ്മാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചു. അതിൽ 7 എണ്ണവും മുസ്ലിം രാജ്യമാണ്, 3 എണ്ണമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിട്ട് വരുന്നത്. വെനിസുല, ക്യൂബ, കൊറിയ. ഈ 3 രാജ്യം ഒഴിച്ചാൽ ബാക്കിയുള്ള 7 രാജ്യങ്ങളും മുസ്ലിം രാജ്യമായിരുന്നു. ഈ രാജ്യങ്ങളിൽ മുഴുവനും വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് ഇറാഖ് വന്നിട്ടുണ്ട്, ഇറാൻ വന്നിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, സുഡാനുണ്ട്, സിറിയ ഉണ്ട്, പാലസ്തീനുണ്ട്. അങ്ങനെ രാജ്യങ്ങൾ ഇങ്ങനെ പോകുന്നു. ഓരോരോ രാജ്യം, ഈജിപ്ത് അടക്കം, ഈജിപ്തിൽ ഹുസ്നി മുബാറക്കിനെ യഥാർത്ഥത്തിൽ കൊലപ്പെടുത്തി എന്ന് വരെ പറയുന്നുണ്ട്. 40 വർഷത്തിലധികം ആ രാജ്യം ഭരിച്ച ഭരണാധികാരിയായിരുന്നു.
പിന്നീട് അഴിമതി ആരോപണങ്ങളുണ്ടായി, വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളുണ്ടായി, ആഭ്യന്തര കുഴപ്പങ്ങളും പ്രശ്നങ്ങളുണ്ടാക്കി. അതിനൊക്കെ വലിയ രീതിയിലുള്ള സഹായം അമേരിക്ക ചെയ്തു കൊടുത്തു. അങ്ങനെ അദ്ദേഹം വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്താൽ കോടതിയിലേക്ക് പോകുന്ന വഴി സ്ട്രെച്ചറിൽ വെച്ചാണ് മരണപ്പെട്ടത് എന്ന് പറയുന്നു. അതിനിടയിൽ വിഷം കുത്തിവെച്ചെന്നൊക്കെ പല അഭിപ്രായം പറയുന്നുണ്ട്. ഈ ഫലസ്തീന്റെ പ്രസിഡന്റ് യാസർ അറഫാത്ത് ഫ്രാൻസിൽ വെച്ചാണ് കൊല ചെയ്യപ്പെട്ടത്. കൊല ചെയ്യപ്പെട്ട സമയത്ത് അണ്ടർവെയറിൽ വിഷം കുത്തിവെച്ചു എന്നുള്ളതാണ് പറയുന്നത്. പ്ലോട്ടോണിയം അണ്ടർവെയറിൽ തിരികെ കയറ്റിക്കൊണ്ടാണ് യാസർ അറഫാത്തിനെ കൊലപ്പെടുത്തിയത്. ചികിത്സിച്ച ഡോക്ടർമാർ ജൂത ഡോക്ടർമാരായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പിന്നീട് വന്നു. മരണ റിപ്പോർട്ട് ഈ പുറത്ത് തരാത്ത രീതിയിലുള്ള വിഷയവും കാര്യങ്ങളൊക്കെ അന്ന് വലിയ പ്രശ്നമായിരുന്നു. പലസ്തീൻ അതോറിറ്റി അത് ആ വിഷയത്തിൽ ആവശ്യപ്പെട്ടു, ആശുപത്രി കൊടുക്കാതെ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സദ്ദാം ഹുസൈനെ നമുക്കറിയാം, ലിബിയയിലെ കേണൽ ഗദ്ദാഫി വെടിവെച്ച് കൊന്നതാണ് അമേരിക്ക. പിന്നീട് അത് അവിടുത്തെ ആഭ്യന്തര കുഴപ്പമുണ്ടാക്കുന്ന വ്യക്തികളാൽ അബദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ കൊന്നതാരാണ്? അമേരിക്കയാണ്. വിചാരണ പോലും ചെയ്യാത്ത രീതിയിൽ കൊലപ്പെടുത്തി. ഇത് നമുക്കറിയാം. സുഡാൻ രണ്ടായിട്ട് പുലർത്തിയതിനു ശേഷം അവിടുത്തെ ഭരണാധികാരി മുഹമ്മദ് ബഷീറിനെ പുറത്താക്കിയതിനു ശേഷം അവിടെ ആഭ്യന്തരപരമായി കുഴപ്പമുണ്ടായി. വിഷയങ്ങളും പ്രശ്നങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നു. ക്യൂബയിൽ ഭരണം മാറി, ഫിഡൽ കാസ്ട്രോ മാറി, പുതിയ ഭരണ സംവിധാനങ്ങൾ വന്നു. വെനിസുലയിൽ ഷാവേസിനെ ക്യാൻസറിന്റെ അണു കുത്തിവെച്ച് കൊലപ്പെടുത്തി, നമുക്കറിയാവുന്നതാണ്. അങ്ങനെ കൊറിയയും ഇറാനെയും ഒഴിച്ച് ബാക്കിയുള്ള 8 രാജ്യത്തെയും അവർ വകവരുത്തി. എന്നാൽ തിരിച്ചടി ഉണ്ടായിട്ട് രണ്ടാമത്തെ ഭരണത്തിലേറാൻ വേണ്ടി താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ സാധിച്ചു എന്നൊരു പ്രത്യേകത മാത്രമുണ്ട്. ബാക്കിയെല്ലാം തകർന്ന രീതിയാണ്. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, അമേരിക്ക അവരുടേതായിരിക്കുന്ന നിലനിൽപ്പിന്റെയും അവരുടേതായിരിക്കുന്ന രാഷ്ട്രീയ അപ്രമാണിത്വത്തിന്റെയും കാര്യത്തിന് വേണ്ടി അവർക്ക് ഇഷ്ടമില്ലാത്ത രാജ്യത്തെയും അതിന്റെ സംവിധാനത്തിന്റെയും ഭരണകൂടത്തെയും കാലോചിതപരമായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ അതിന് വിധേയമാകുന്നത് മുസ്ലിം രാജ്യങ്ങളാണ്. കാരണം സാമ്പത്തികപരമായ ഉയർച്ച ഉണ്ടെങ്കിലും സൈനികപരമായ രീതിയിൽ ശക്തിയില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. മാത്രവുമല്ല, ഒരു യുദ്ധത്തിനെ അതിജീവിച്ചുകൊണ്ട് അതിനെ മുന്നേറുക എന്നുള്ളത് താല്പര്യമില്ല അറബ് രാജാക്കന്മാർക്ക്. അവരൊക്കെ സുഖലോപരരായി ജീവിക്കണം ഭൂമിയിൽ എന്ന് വിചാരിക്കുന്നവരാണ്. സദ്ദാം ഹുസൈൻ അങ്ങനെയല്ല, അതുകൊണ്ട് സദ്ദാം ഹുസൈൻ ഇല്ലാതായി. ഈ ലിബിയയുടെ പ്രസിഡന്റ് ഗദ്ദാഫി അങ്ങനെയല്ല, അതുകൊണ്ട് അവരില്ലാതായി. ഈജിപ്തിന്റെ പ്രസിഡന്റ് ഹുസ്നി മുബാറക് അങ്ങനെയല്ല, അതുകൊണ്ട് അതില്ലാതായി. ഇറാൻ അങ്ങനെയല്ല, അതുകൊണ്ട് ഇറാൻ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആരാണോ അമേരിക്കക്കെതിരെ സംസാരിക്കുന്നത്, പ്രതിരോധിക്കുന്നത്, യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്, അവർക്കെതിരെ, അത് ഇസ്രായേലിനെതിരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇസ്രായേലിനെതിരെ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയാണ് അതിനെ പ്രതികരിക്കുന്ന യഥാർത്ഥത്തിൽ അമേരിക്ക ആയിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഓരോരോ കാര്യങ്ങളും. അപ്പോൾ അമേരിക്ക വലിയ ശക്തിയുള്ള രാജ്യമായതുകൊണ്ട് സാധാരണക്കാർക്ക് ആയിരിക്കുന്ന മീഡിയക്കാരും ഒക്കെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്ത് ഈ രാജ്യം വിജയിക്കാൻ പോകുന്നതാണ്. ന്യായം അന്യായമല്ല നോക്കുന്നത്. വിജയിക്കുന്ന ആളുടെ കൂടെ നിന്നുകൊണ്ട് തോൽക്കുന്ന ആളുകൾക്കെതിരെ കൊഞ്ഞനം കുത്തുന്ന പ്രവൃത്തിയൊക്കെ നമ്മുടെ കേരളത്തിലെ പല മീഡിയക്കാരും ചെയ്യാറുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇസ്രായേലുമായിട്ട് യുദ്ധത്തിൽ ഇതാ തകർന്നിരിക്കുന്നു പലസ്തീൻ, ഇനി അവർക്ക് ഹമാസിനെ എഴുന്നേൽക്കാൻ വേണ്ടി പറ്റില്ല, അവർ പരാജയം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ വാചകടിക്കുന്നൊക്കെ നമ്മൾക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. അത് ന്യായപരമായിരിക്കുന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. പലസ്തീനിൽ അല്ലേ ലോകം മുഴുവൻ പിന്തുണ നൽകേണ്ടത്? പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വേണ്ടി നമ്മുടെ മഹാരഥന്മാർ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടുന്ന അതേ സമീപനവും സംവിധാനവും തന്നെയാണ് കഴിഞ്ഞ 75 വർഷമായി പാലസ്തീനുകളായിരിക്കുന്ന ആളുകൾ ഇസ്രായേലിനെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പാലസ്തീനിൽ നിന്ന് അവർ പിടിച്ചെടുത്തതാണ്. എന്നിട്ടും വിട്ടുകൊടുത്ത ആ പാലസ്തീനിലെ അവകാശം പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഗസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും ഇടിച്ചു കയറി സെറ്റിൽമെന്റ് സ്ഥാപിച്ചു, അവിടുത്തെ ആളുകളെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ ജയിലിൽ അടിച്ചു. അങ്ങനെ ക്രൂരമായ രീതിയിൽ പീഡനം തുടങ്ങിയിട്ട് യഥാർത്ഥത്തിൽ 75 വർഷമായി. ഇന്നും അവർ മരിച്ചുകൊണ്ടിരിക്കും. 33,000-ഓളം ആളുകൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം. മരണം മാത്രമല്ല, 95,000-ഓളം ആളുകൾക്ക് പരിക്കേറ്റു. മരിച്ചവരുടെ മൃതദേഹം തിരിച്ചു കിട്ടാത്തവർ, അവരുടെ കിട്ടിയവരുടെ തന്നെ മുഴുവൻ ശരീരഭാഗങ്ങൾ കിട്ടാത്തത്, ചില ആളുകളൊക്കെ ഈ തകർന്നിരിക്കുന്ന ബിൽഡിങ്ങിന്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്നത്, ജീവനുണ്ടോ ജീവനില്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടി വലിയ അതിന് പറ്റിയ ഇലക്ട്രോണിക് സംവിധാനങ്ങളോ അതല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യപരമായിരിക്കുന്ന ഗവൺമെന്റ് തലത്തിലുള്ള സംവിധാനങ്ങളും അവിടെ എല്ലാം തകർന്നു പോയിരിക്കുന്നു. ആശുപത്രി നമുക്കറിയാം, ആശുപത്രി ആക്രമിച്ചുകൊണ്ട് നവജാത ശിശുക്കളെ പോലും കൊല്ലുന്ന പ്രവൃത്തി മാത്രമല്ല, അത്തരം ശിശുക്കളെ നായകൾ കടിച്ചു കൊണ്ടുപോകുന്ന വീഡിയോസ് വരെ പ്രചരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കറിയാവുന്നതാണ്, കൂട്ടക്കുയുമാടങ്ങളിൽ അടക്കം ചെയ്യപ്പെടുന്ന ഒരു പ്രവൃത്തിയിലേക്ക് ഇസ്രായേൽ സൈന്യം
പാലസ്തീനികളെ മാറ്റുന്ന സമയത്ത് നീതി എവിടെ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നീതി പാലസ്തീനോടൊപ്പമാണ് എന്ന് ലോകത്തിലെ മനസാക്ഷികൾ പറയും. എല്ലാ ഗവൺമെന്റും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെന്താണോ ഉദ്ദേശിക്കുന്നത്, അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഏതാണ് ഗുണപരമായിരിക്കുന്ന കാര്യം അതവർ ചെയ്യും. എല്ലാ കാലത്തും അവർ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അവർ ചെയ്തു വരുന്നു. അതുകൊണ്ടാണ് നീതി മരിച്ചുകൊണ്ടേയിരിക്കുന്നു, ഏകാധിപത്യം വിജയിച്ചു കൊണ്ടേയിരിക്കുന്നു. പലസ്തീൻ്റെ കാര്യത്തിലും അതാണ്. എന്നിട്ട് പലസ്തീൻ പിടിച്ചു നിൽക്കുന്നത് അവർ വിശ്വാസത്തിൻ്റെ ശക്തിയും ദൃഢതയും കൊണ്ടാണ്. അങ്ങനെ തീർച്ചയായിട്ടും അവർ അതിജീവിച്ചുകൊണ്ട് പലസ്തീൻ സ്വതന്ത്രമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചരിത്രപരമായ രീതിയിൽ, മതപരമായ രീതിയിൽ അത് രേഖപ്പെടുത്തി വെച്ചതുമാണ്.